വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു MSC എൽസ 3യെ കുറിച്ച്. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൻ്റെ പേരാണ് MSC എൽസ 3. കൊച്ചിയിൽ മുങ്ങിയത് കടൽ കൊള്ളക്കാർ ആക്രമിച്ച കപ്പലാണ്. 2016 യമനിനടുത്ത് ഒരു കൂട്ടിയിടിയിൽ കപ്പൽ ഉൾപ്പെട്ടിരുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം 2021 നൈജീരിയയ്ക്കടുത്ത് വെച്ച് കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിനും ഈ കപ്പൽ ഇരയായി. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്കുകപ്പലായ MSC എൽസ 3 നേരത്തെയും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്താ റിപ്പോർട്ടുകൾ. 2016 യമനിനടുത്ത് ഒരു കൂട്ടിയിടിയിൽ കപ്പൽ ഉൾപ്പെട്ടിരുന്നത്രേ. 5 വർഷങ്ങൾക്കിപ്പുറം 2021 നൈജീരിയയ്ക്കടുത്ത് വെച്ച് കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിനും ഇതേ കപ്പൽ ഇരയായി. MSC എൽസ 3 എന്നായിരുന്നില്ല കപ്പലിൻ്റെ പേര്. ജാൻ റിക്ടർ എന്നായിരുന്നു ഇതിനു മുമ്പത്തെ ഈ കപ്പലിൻ്റെ പേര്. ഇങ്ങനെ 9ഓളം തവണയാണ് കപ്പലിൻ്റെ പേര് മാറ്റിയത്. 1997 ജർമ്മനിയിൽ നിർമ്മിച്ചതും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അതായത് MSC പ്രവർത്തിപ്പിക്കുന്നതുമായ MSC എൽസ 3ക്ക് ഇങ്ങനെയും ഭൂതകാലമുണ്ടെന്നാണ് സമുദ്രവുമായി ബന്ധപ്പെട്ടും കപ്പൽ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടുമൊക്കെ വാർത്തകൾ നൽകുന്ന സിംഗപ്പൂർ ആസ്ഥാനമായുള്ള സ്പ്ലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കപ്പലിൻ്റെ മൊത്തം നീളം 183.91 മീറ്ററും വീതി 25.3 മീറ്ററുമാണ്. 28 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് നിർമ്മിക്കുന്ന കമ്പനിയാണ് MSC എന്ന് നമുക്ക് പറയാം. 2024 ജൂലൈ വരെ ആഗോള കണ്ടെയ്നർ ശേഷിയുടെ 20% നിയന്ത്രിക്കുന്നത് ഈ ശൃംഖലയാണ്. അതേസമയം ഏകദേശം 6 മാസം മുമ്പ് കപ്പൽ ഇന്ത്യയിൽ പരിശോധനയ്ക്ക് വിധേയമായെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അപകടത്തിൽപ്പെടുമ്പോൾ കപ്പലിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 24 ജീവനക്കാരുണ്ടായിരുന്നു. എല്ലാവരെയും രക്ഷിച്ചു. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് പുറപ്പെട്ട MSC എൽസ 3 കൊച്ചി പുറംകടലിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടത്തിൽപ്പെട്ടത്. ചെരിവ് നിവർത്താനുള്ള ശ്രമം നടന്നെങ്കിലും ഞായറാഴ്ച രാവിലെയോടെ പൂർണ്ണമായും മുങ്ങി. കടൽക്ഷോഭത്തെ തുടർന്നാവാം കപ്പൽ ചെരിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം കപ്പലിലെ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ എന്താണ് കണ്ടെയ്നറുകളെന്ന് ഔദ്യോഗിക വിശദീകരണവും വന്നില്ല. 600-ലേറെ കണ്ടെയ്നറുകൾ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇവ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചതും. ഇതിനിടെ ചില കണ്ടെയ്നറുകൾ കൊല്ലത്തെ വിവിധയിടങ്ങളിൽ കരയ്ക്കടിയുകയും ചെയ്തിട്ടുണ്ട്. ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കേരള തീരത്തിന് സമീപമുള്ള അറബിക്കടലിൽ എണ്ണച്ചോർച്ചയുണ്ടായതായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കാൽഷ്യം കാർബൈഡ് പോലുള്ള അപകടകരമായ ചരക്കുകളും 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലുമാണ് ലൈബീരിയ പതാകയുള്ള MSC എൽസ 3 എന്ന കപ്പലിലുണ്ടായിരുന്നത്. രാസവസ്തുക്കൾ കടലിൽ വ്യാപകമായി കലരാൻ ഇടയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തലിന് ദിവസങ്ങളെടുക്കുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. എണ്ണ മലിനീകരണം ലോലമായ സമുദ്രജീവികൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതും മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതുമാണ്. എണ്ണച്ചോർച്ച വ്യാപിക്കുകയാണെങ്കിൽ അത് സമുദ്ര ഉൽപ്പാദനക്ഷമതയെ വളരെയധികം ബാധിച്ചേക്കാമെന്ന് കരുതുന്നു. മത്തി, അതുപോലെ തന്നെ ട്യൂണ, സ്രാവുകൾ വരെയുള്ള പെലാജിക് മത്സ്യങ്ങളുടെ പ്രജനനത്തിലും വളർച്ചയ്ക്കും നിർണായകമായ കാലഘട്ടമായ മൺസൂൺ സമയത്ത് അപകടമുണ്ടായത് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ശക്തമായ മത്സ്യബന്ധന സീസൺ പ്രതീക്ഷിച്ചിരുന്ന മത്സ്യബന്ധന വ്യവസായത്തെ ഇത് പ്രതികൂലമായി ബാധിക്കാനും ഇടയുണ്ട്. അതേസമയം കേരളത്തിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ വിൽപ്പന ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പല പ്രമുഖ കടകളും നിർത്തിവച്ചിരിക്കുകയാണ്. തമിഴ്നാട്, കടലൂർ, രാമേശ്വരം, തൂത്തുക്കുടി, പോണ്ടിച്ചേരി തുടങ്ങിയ തീരങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങളായിരിക്കും പ്രധാനമായും വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. നാടൻ പുഴമീനുകളും ഫാമുകളിൽ വളർത്തുന്ന മത്സ്യങ്ങളും കൂടുതലായി വിൽപ്പനയ്ക്കെത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സുതാര്യത ഉറപ്പാക്കുന്നതിനായി വിൽപ്പനയ്ക്ക് ലഭ്യമാക്കുന്നവ ഏത് പ്രദേശത്ത് നിന്ന് പിടിച്ചതാണെന്ന് അറിയുന്നതിനായി മത്സ്യങ്ങളുടെ കവറുകളുടെ മുകളിൽ ലേബൽ പതിപ്പിക്കുമെന്ന് എറണാകുളത്തെ പ്രമുഖ മത്സ്യവിൽപ്പന കമ്പനിയായ മാതാ ഫ്രഷ് അറിയിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യ ഉപയോഗം നടക്കുന്നത് കേരളത്തിലാണ്. ജനസംഖ്യയുടെ 53%-ലധികം പേരും ദിവസവും മത്സ്യം കഴിക്കുന്നവരാണ്. അതേസമയം നേരത്തെ തന്നെ പ്രതിസന്ധിയിലായിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇതിനു പുറമെയാണ് ഇപ്പോൾ പുതിയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. MSC എൽസ 3 ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിയത് യന്ത്ര തകരാർ മൂലമാണെന്നാണ് പ്രാഥമിക കണ്ടെത്തലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പറയുന്നു. യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥനും ചീഫ് സർവേയറും അഡീഷണൽ ഡയറക്ടർ ജനറലുമായ അജിത് കുമാർ സുകുമാരനും വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ബല്ലാസ്റ്റ് ടാങ്കിനുണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് കപ്പൽ മുങ്ങിയത് എന്നും ഒരു വിവരമുണ്ട്.
ആടിയുലഞ്ഞുണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ കപ്പലുകളുടെ അടിത്തട്ടിൽ വെള്ളം സംഭരിക്കുന്ന ടാങ്കുകളാണ് ബല്ലാസ്റ്റ് ടാങ്ക്. ഈ സംവിധാനത്തിലെ വാൾവുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല. ഇതുമൂലം കപ്പലിന്റെ വൈദ്യുതി സംവിധാനം തകരാറായി ചെരിയുകയായിരുന്നു എന്നാണ് അറിവ്. മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സവുമായി. അന്വേഷണവുമായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അതായത് MSC സഹകരിക്കുന്നുണ്ട്. എത്ര നാൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറയാനാകില്ല. കപ്പലിലെ ചീഫ് ഓഫീസർ പുതിയ ആളാണ്. പരിചയക്കുറവ് അപകടത്തിന് കാരണമായോ എന്നും അന്വേഷിക്കും. ഇന്ത്യൻ മാരിടൈം ഓർഗനൈസേഷന്റെ നിയമങ്ങൾ പാലിച്ചാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. കപ്പലിന്റെ ഇൻഷുറൻസ് രേഖകളും കൃത്യമാണ്. മറിച്ചുള്ള പ്രചാരണം ശരിയല്ല. കപ്പൽ അപകടത്തിൽ കൃത്യമായി നടപടികളെടുത്ത സംസ്ഥാന സർക്കാരിനെയും തീരസംരക്ഷണ സേനയെയും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇതാണ് MSC എൽസ 3യെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ. നാശനഷ്ടവും ബാധ്യതയും പരിഹരിക്കുന്നതിനായി കപ്പൽ കമ്പനിയായ MSCയോട് ഡാമേജ് ആൻഡ് ലയബിലിറ്റി ക്ലെയിം ഡെസ്ക് രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എണ്ണ നീക്കാനും പ്രാഥമിക സുരക്ഷാ നടപടികൾക്കുമുള്ള ചെലവ്, ജീവനോപാധികൾക്കുണ്ടായ നഷ്ടം നികത്തൽ എന്നിവയും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. ഇത്തരം ക്ലെയിമുകൾ സമയബന്ധിതമായി ലഭിക്കുമെന്നാണ് അറിവ്. ഇത് കൈകാര്യം ചെയ്യാൻ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിൽ നിന്ന് നോഡൽ ഓഫീസറെ നിയമിക്കുകയും ചെയ്യുമെന്നാണ് അറിവ്. ഇതാണ് MSC എൽസ 3 എന്ന കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മുങ്ങിയ കപ്പലിനെ കുറിച്ചുള്ള വിശദമായ വിവരണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.